ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ 2 മാസം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം ആവുന്ന വരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഇടുന്നത് കുറച്ച് ഡിലേ ആയി. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ്. കല്യാണ വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കല്യാണ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ അനുഗ്രഹിക്കണം. അപ്പം ഇനി തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം. കല്യാണത്തിന് ശേഷം ഒരു റൈഡ് പോയി, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കളക്ഷൻസ് ആണ്. ബൈക്കിൻ്റെ കളക്ഷനിലൊരു വണ്ടിയും കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു പൾസർ 220 ആണ് ആയിട്ടുള്ളത്. നമ്മുടെ കൂട്ടാൻ്റെ ഒരു വണ്ടിയാണ്. എൻ്റെ ആൾറെഡി ഒരു പൾസർ 150 ഉണ്ട്. 2009 മോഡൽ പൾസർ ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ 2010 മോഡൽ 220 ആണ് മേടിച്ചത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ പുതിയ 220. പുതിയതല്ല, 2010 മോഡലാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഇരുന്ന വണ്ടിയാണ്. അപ്പോഴത്തേക്ക് ഇത് അവൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേടിച്ചതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഈ കിറ്റൊക്കെ വരുന്ന 220 ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോഡലാണ്. അപ്പോൾ ഇതവൻ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സിലിണ്ടർ പോയിട്ടുണ്ടായിരുന്നു, സീസായിരുന്നതാണ്. ഞാനും നമ്മുടെ ഫയാസും കൂടെ നന്നാക്കി എടുത്തതാണ്. ഇത് പുതിയ സിലിണ്ടർ കിറ്റാണ്. അപ്പോൾ സിലിണ്ടർ കിറ്റിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമിംഗ് ചെയിനിൻ്റെ അഡ്ജസ്റ്റർ മാറിയിട്ടുണ്ടായിരുന്നു. വാൾവ് മാറിയിട്ടുണ്ടായിരുന്നു. വാൾവ് പിന്നെ സീറ്റിംഗ് ആക്കി, ഗൈഡ് മാറി. പിന്നെ അത്രയും മെയിനായിട്ട് അത്രയും പണിയേ ഇതിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി അല്ലാതെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2010 മോഡലാണ്. പിന്നെ ഞാൻ ഇതിൽ മാറിയെന്ന് പറഞ്ഞാൽ വലിയൊരു വിൻഷീൽഡ് വെച്ചിട്ടുണ്ട്. ഇത് V3ൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ടൈപ്പ് വിൻഷീൽഡാണ്. ഈ 220ൽ വെക്കുന്ന കണക്കിനുള്ള ഒരു വിൻഷീൽഡാണ്. പക്ഷേ ഈ ഒരു വിൻഷീൽഡ് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. പക്ഷേ മുമ്പിൽ നിന്ന് നോക്കിയാൽ അതറിയാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം പക്കാ വണ്ടി കണ്ടീഷനാണ്. ഇത് ഏകദേശം 45,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് കുറച്ച് തേയ്മാനമുണ്ട്. കണ്ടോ, ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് മാറണം. ഈ സൈഡ് സ്റ്റാൻഡ് ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റ് മാറണം. അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. 200 രൂപയായി ആ ഒരു പ്ലേറ്റിന്. അപ്പോൾ അത് ഉടനെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ പ്ലേറ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കണം. പിന്നെ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഈ വണ്ടിക്കില്ല. നേരത്തെ ഇരുന്ന സിലിണ്ടർ കിറ്റ് ബോർ ചെയ്തിട്ടാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ പുതിയ സിലിണ്ടർ കിറ്റ് മേടിക്കുകയാണ് ചെയ്തത്. കണ്ട, പുതിയ സിലിണ്ടർ കിറ്റിൻ്റെ ആ ഒരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 3,345 രൂപയാണ് ഈ ഒരു കിറ്റിനായി. ഇതാണ് വലിയൊരു പണിയെന്ന് പറയാൻ ഉള്ളത്. പിന്നെ മൊത്തത്തിലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയിൻ പോക്കറ്റ് കൊള്ളാം, ഫ്രണ്ടിലത്തെ ടയർ കൊള്ളാം. 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് അലോയ്സാണ് ഫ്രണ്ടും ബാക്കും വന്നിരിക്കുന്നത്. ഫ്രണ്ട് ടയർ നല്ല കണ്ടീഷൻ തന്നെയായിരുന്നു. ബാക്ക് ടയറും നല്ല കണ്ടീഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് വരുന്നത്. ഒരുപാട് പേർക്ക് ഈ വണ്ടിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ ടാങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ചപ്പറുണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പിൽ നൂത്തിയിട്ട് ചെറുതായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ അടുത്തത് ഈ ഒരു ടാങ്ക്, ഈ ഒരു കിറ്റും ഉടനെ പെയിൻ്റ് അടിക്കും. അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ചെയ്യാനുള്ള വർക്ക്. അപ്പം ഇത് ചെറിയൊരു വിലയ്ക്കാണ് ഇത് കിട്ടിയത്. ഞാൻ റേറ്റ് പുറത്ത് പറയുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടിയും കൂടെ ആയിട്ടുണ്ട്. ഈ സിലിണ്ടർ കിറ്റ് മാറിയ ശേഷം നല്ല സ്മൂത്താണ് വണ്ടി ഓട്ടിക്കാൻ. ഒരു പുതിയൊരു വണ്ടി ഓട്ടിക്കുന്ന അത്രയും ഫീൽ ഇല്ലെങ്കിലും അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 1000 കിലോമീറ്റർ വണ്ടി സീറ്റിംഗ് ആവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ടോപ്പൊക്കെ കയറ്റി നോക്കത്തുള്ളൂ. ഈ കിറ്റ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കിറ്റ് ഇളക്കിയിട്ട് ഈ സൗണ്ട് ഈ പറയുന്ന വയറുകളൊക്കെ ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടാഗ് ചെയ്ത് വെച്ചുകൊണ്ട് സൗണ്ടൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കൊണ്ട് നടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രാഷ് കാർഡ് വയ്ക്കണം. ഒരു ഫുള്ളായിട്ട് എൻജിൻ കാർഡും ക്രാഷ് കാർഡും കൂടെ ചേർന്ന് വരുന്ന ഒരു വലിയൊരു ക്രാഷ് കാർഡുണ്ട്. ആ ക്രാഷ് കാർഡ് നോക്കി വെച്ചേക്കാണ്. അത് ഉടനെ മാറ്റണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം ഇത്രയൊക്കെ ഉള്ളു വണ്ടീനെ പറ്റി പറയാനുള്ള വിശേഷങ്ങൾ. അപ്പം ഞാൻ പിന്നെ 2-ാം തീയതി നമ്മുടെ ഗോവയിൽ IBWക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് വീക്ക് എന്ന് പറഞ്ഞ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിലിടും. അപ്പോൾ അത് കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും മറന്നിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താലേ തുടർന്നുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.